നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജുൻ ചേട്ടൻ. കൂടെ ആദ്യമായിട്ട് വലതുകാലം വെച്ച് ഇതാ വരുന്നു ടിനി ടോപ്പ്. പറയൂ ടിനി ചേട്ടാ, പറയൂ, വിശേഷങ്ങൾ പറയൂ. അല്ല, ഇത് നമ്മുടെ ജനിച്ചു വീണ ഫ്ലോറല്ലേ? അതെ, വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഫ്ലോറാണ്. ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം വേറെ. നമ്മുടെ കുടുംബത്തിലേക്ക് ടിനി ചേട്ടൻ നമ്മൾ വെൽക്കം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഷാജു ചേട്ടാ, നമ്മൾ ഇനി എന്താണ് നമ്മളിനി ഒന്നും ചെയ്യണ്ട, എല്ലാം ടിനി ചെയ്തോളൂ. അല്ല, നമ്മളിനി ഇരുന്ന് കൊടുക്കുക. അവരുടെ കുടുംബമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു. അതെ, കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അന്തിക്കാട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരെ കൂടെ വിളിച്ചോ. അവരെയും കൂടെ വിളിക്കുക. തൃശ്ശൂർ അന്തിക്കാടുള്ള ICDS ചേച്ചിമാരും അമ്മമാരാണ്. എല്ലാവർക്കും സ്വാഗതം. ഏതാ അംഗനവാടിയിലെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ മതി, അമ്മമാരെന്ന് പറയണ്ട. എനിക്ക് ഇതായിരിക്കും ഇവരുടെ അഭ്യർത്ഥന പ്രകാരം അമ്മമാരും ചേച്ചിമാരും അല്ല, അംഗനവാടിയിലെ ടീച്ചേഴ്സ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ ടീച്ചേഴ്സ്. ഇവരും പത്തനംതിട്ട സൈഡിൽ നിന്നാണ് വരുന്നത്. നല്ല നാടൻ സ്കിറ്റ് കൊണ്ട് ഫേമസ് ആയ ആൾക്കാര്. ഇനി പേര് പറയാമല്ലോ. അസർക്കാരായിരിക്കും. മനോജ് വല്ലഞ്ചുഴി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അജേഷ് ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പിന്നെ മൂന്നാമത് സുമി. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞാന്നോ? അപ്പൊ നിങ്ങൾക്ക് ഒരേ ഒരു നിർബന്ധം. എന്താ, നിങ്ങൾക്ക് അഭിപ്രായമില്ലയോ? എങ്ങോട്ട് പോയി? നിങ്ങൾ വിചാരിക്കും ഞാൻ ഹെഡ്സെറ്റ് കാര്യം പറഞ്ഞോണ്ട് വന്നല്ല. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നിട്ട് കെട്ടിയത് എങ്ങോട്ട് പോയി? പുരുഷേട്ടോ, എന്തോ കാണിക്കുന്ന നിങ്ങൾ കേറി വാ ഇങ്ങോട്ടാ. എടി, നീ നടക്കുന്ന പോലെ സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റുമോടി? അയ്യോ, പറച്ചിലേട്ടത്തൊന്നും മുട്ടുവേദന കാരണം നടക്കാൻ പറ്റാത്തല്ല, ആ മുണ്ട് കാരണം നടക്കാൻ പറ്റാത്ത. ഒന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ, ഒന്ന്. ഇതെന്തോ കാണിക്കുവോ? ഇത് നല്ല വൃത്തി, അതൊന്നും ഇടാതൊന്ന്. എടി, ഈ മുണ്ട ചവിട്ടി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ കടൽ മണ്ണിക്കൂടെ നടക്കുന്ന ഒരു എഫക്ട് ആണോ? തേര വന്ന് അടിക്കുന്നതിന് മുമ്പ് അതൊന്ന് മടക്കി ഒന്ന് കുത്താം. വെറുതെ എന്തിനാ ഈ അസ്തമയം നാട്ടുകാരെ കാണിക്കുന്നത്? നേരമില്ലാത്ത നേരത്തെ വല്ല കാര്യമുണ്ടോ ഇതിന്? എന്തോടി ഇപ്പോഴത്തെ വിഷയം? ചേട്ടാ, നേരമില്ലാത്ത നേരത്തെ നമുക്ക് ഈ അമ്മാവനെ വന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഫോണിൽ കൂടെ ഹൗസ് വാമിംഗ് ആന്ന് പറഞ്ഞാ പോരായിരുന്നോ? എടി, ഫോൺ വിളിച്ചിട്ട് അമ്മാവനെ കിട്ടിയില്ലല്ലോ, അതല്ലേ നമ്മൾ നേരിട്ട് വന്നത്. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് വിചാരിക്കണമായിരുന്നു. അയ്യോ, അങ്ങനെ പറ്റുമോ? അമ്മ എന്തുവാ പറഞ്ഞേക്കുന്നത്? അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ദാമോദരൻ അമ്മാവൻ. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അമ്മാവനോട് വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മാവനെ കൊണ്ടുചെന്നില്ലെങ്കിൽ അമ്മ തോർത്ത് വിരിച്ചിട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടുമ്പോ റോഡിൽ കിടക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. കിടക്കുന്നു അങ്ങ് വിചാരിക്കണമായിരുന്നു. എത്ര ആൾക്കാർ തോർത്ത് വിരിച്ച് അവിടെ ഇവിടെ കിടക്കുന്നു പറയുന്നത് കേട്ടോ. എന്റെ അമ്മ അങ്ങനല്ല, അങ്ങനെ. അത് നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിനെങ്കിലും ഒന്ന് ഇറങ്ങി പാമ്പറടി അയാളോട്ട്. ചുമ്മാ വീടിന്റെ മൂലക്കിരിക്കുക, വേട്ടാവളിയം കൂട് വെക്കുന്നത് നോക്കി കുറ്റവും പറഞ്ഞിട്ട് എന്നാ അതിന് ഇച്ചിരി ചെളി കുഴച്ച് അതിനെ സഹായിക്കുമോ? അതുമില്ല. എന്റെ അച്ഛൻ അതിന് കാര്യമില്ല. എന്റെ അച്ഛനെ പറഞ്ഞോട്ടെ. നിന്റെ അച്ഛനെ പറഞ്ഞ് എന്തോ ചെടി? അച്ഛനല്ല, എന്റെ കുടുംബക്കാരെ മൊത്തം പറയൂടി ഞാൻ. വാ തുറക്കാൻ പറ്റത്തില്ല, ഉടനെ കള്ളക്കരച്ചില്. കള്ളക്കരച്ചിലൊന്നും അല്ല, നല്ല പളുങ്ക് പോലത്തെ കരച്ചിലായത്. നല്ല കരച്ചിലാണ്. കണ്ണീരെന്തി? അതെ, വെള്ളം വീണ മൈക്ക് കേടാവും പറഞ്ഞു. അതുകൊണ്ടാ. ഇതേ ആപ്പൂപ്പ സാധനമൊന്നും അല്ല, നല്ല വില കൂടിയ സാധനം. പങ്കര വരെ അതിന്. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാടി മൈക്ക്? നീ വാ തുറന്നാ വയനാട്ടിൽ കേൾക്കുമെന്നാ നാട്ടുകാർ പറയും. ആണോ? അതെന്റെ മിടുക്ക. ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണേ, അല്ലേ ആ മിടുക്ക് വന്ന് ഇടിക്കും നിങ്ങളെ. വന്ന ആരും എന്തുവാ? വിളി അങ്ങോട്ട്. പറഞ്ഞല്ലേ, ഒറ്റ ഏറ് തരും പൂച്ച പെരക്കകത്ത് കയറി കിടന്ന മാവോ അനക്കാൻ വേണ്ടി. അയ്യോ, പൂച്ചയല്ല അമ്മാവാ, പൂച്ചാക്കലിന്ന് രക്തമണിയും ഭർത്താവുക. രക്തമണിയേ, എന്തോ ഇതേതാടി ഈ മെഴുകു പ്രതിമ? അയ്യോ, അത് പ്രതിമയല്ലേ അമ്മാവ, ഞാൻ പുരുഷനാ. പിന്നെ ഞാൻ മിസ് കേരളയാണ്. കേരളയല്ല, മിസ്റ്റർ ഇന്ത്യ. ഉടുപ്പിടാതെ വന്നേക്കുക പെണ്ണുങ്ങളിടയ്ക്ക്. ഉടുപ്പിന്റെ കാശ് ലാഭിക്കാനാണോ ഈ മേളിൽ കയറ്റി മുണ്ടുടുത്തേക്കുന്നേ? ബെൽബോട്ടം പാൻറ് തലയിൽ ഇട്ടോണ്ട് വന്നോനെ. ബെൽബോട്ടം പാൻറ് തലയിലോ? ഇതിന്റെ കാല് തന്നെ ഇവിടുന്ന് കാണുന്നു. ഇത് ബെൽബോട്ടം പാൻറാണോ? ഇതെന്റെ തകൃതി. കൃതാവെന്നാ ഉദ്ദേശിച്ചത്. അത് തന്നെ. ഇതൊക്കെ ഫാഷൻ. ഉമ്മക്കരിയിട്ട് പല്ല് തേച്ചിട്ട് മോഹം കരുതാതെ വന്നേക്കാ ഫാഷൻ. അല്ലെന്ന് രാവിലെ പണിയെടുത്തോണ്ടെങ്കിൽ കളിയാക്കും. അല്ല, എത്ര നേരമായിട്ട് അമ്മാവനെ ഈ വാതൊക്കെ വന്ന് വിളിക്കുന്നത്? എവിടെ ആയിരുന്നു? എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ അടുക്കളപ്പില്ല
പിന്നാമ്പുറത്ത് നിൽക്കുമായിരുന്നു. അടുക്കള പിന്നാമ്പുറത്ത് നിൽക്കാൻ അമ്മാവനെന്തോ കറിവേപ്പോ? അല്ല അടുക്കളപ്പുറത്ത് കൊടുക്കുമായിരുന്നു പറഞ്ഞു. ഞാനവിടെ അടയുടെ തുണി ഇട്ടേക്കുമായിരുന്നു, അത് എടുക്കുമായിരുന്നു അങ്ങോട്ട്. എന്നിട്ട് തുണിയൊന്നും കൈ കാണാനില്ലല്ലോ. അല്ല ഞാനല്ലേ എടുക്കുന്നേ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രമണി അഴയുന്ന തുണി എടുക്കുമായിരുന്നു. ഞാനത് നോക്കിയിരിക്കുവായിരുന്നു. അത് ശരി, അപ്പൊ രമണിക്ക് തുണി വിറക്കി കൊടുക്കുവായിരുന്നില്ലയോ? ഇല്ല, ഞാൻ രമണിയുടെ അഴയുടെ അടുത്ത് പോലും പോകത്തില്ല. അതെന്താ അമ്മ? അടിച്ചിടയ്ക്ക് അവത്തം പറ്റി എടുക്കാം. എന്താ? ഈ രമണിയുടെ അഴയെന്ന് പറഞ്ഞാൽ കമ്പി വലിച്ച് നീട്ടി കെട്ടിയേക്കുതാ. അതേ ഇത് ചുരിദാർ കിടന്ന് അനങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എത്തി നോക്കിയതാ. രമണി ചുരിദാർ ഒറ്റ വലി, അഴ വന്നെ ഒറ്റ അടി, ഞാൻ അയർക്കുന്നത്ത് പോയിട്ട് വീഴ്ചയും. പിന്നെ അവിടെ തോമരക്കുട്ടിയുടെ വീട്ടിൽ 2 ദിവസം നിന്നിട്ടാ ഞാൻ വന്നത്. അത് കൊള്ളാം, അത് കൊള്ളാം. എന്തുവായാലും ഞങ്ങള് മാറി മാറി വിളിക്കും, അമ്മാവനെ എടുത്തില്ലല്ലോ. ഓ മാറി നെഞ്ചത്തടിച്ച് വിളിക്കുക എന്നെ എടുക്കാൻ വേണ്ടി. അയ്യോ അതന്നെ, ഞങ്ങള് ഫോൺ വിളിച്ചു, അമ്മാവനത്തെ ഫോൺ എടുക്കാഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞില്ലയോ, ഓർക്കാപ്പുറത്തില്ലേ ഞാൻ അയർക്കുന്നത്ത് പോയത്. അപ്പൊ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുമോ? അഴയടിച്ച് പോയതല്ലേ ഞാൻ. അത് ശരി. പിന്നെ 2-3 ദിവസം മോന്റെ വീട്ടിൽ അങ്ങ് നിക്കാൻ വയ്യായിരുന്നോ? ഓ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ കൃഷിയൊക്കെ ഉണ്ട്, അതെല്ലാം നശിച്ചു പോകും. ശരി. പിന്നെ അത് തന്നെയല്ലേ, ഞാൻ ഈ വീട് മാറിക്കിടന്ന ഉറക്കം വരുത്തില്ല. അപ്പൊ വീട് മാറിപ്പോകുമ്പോ ഉറക്കത്തെ കൂടെ കൊണ്ടുപോകണം. ഗൾഫിൽ നിന്റെ കൂട്ടത്തിൽ മലയാളികളൊക്കെ കേട്ടോ പഠിക്കുക. അല്ലല്ല, ശ്രീലങ്കക്കാരും ഫിലിപ്പിനികളൊക്കെ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ സാധനം അവർ കേട്ട് കണ്ടി നിന്നെ മോത്തെ അടിച്ച് പറിക്കുന്നത്. കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ട്. എത്ര നാളെന്നും പറഞ്ഞ അമ്മാവയോ ഒറ്റയ്ക്കുള്ള തീറ്റയും കൂടിയൊക്കെ മോനോട് പറഞ്ഞ ഒരു സഹായം നിർത്തി തരത്തില്ലയോ? മണിക്കൂട്ടനെ എടാ, അവനാ നീ 80 വയസ്സുള്ള എന്നെ നോക്കാൻ വേണ്ടി 60 വയസ്സുള്ള ഒരു പെണ്ണുമ്പിള്ള ഇവിടെ കൊണ്ട് നിർത്തി. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. അച്ഛനോട് അത്ര സ്നേഹമുണ്ട് മോൻ അത് അങ്ങനെ ചെയ്തത്. അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ 30 വയസ്സുള്ള 2 കൊണ്ടുവിടണമായിരുന്നു. പക്ഷെ 80 വയസ്സായിട്ട് അമ്മാന്റെ ദേഹം നോക്കടി ഒരു ചുളിവ് പോലും ഇല്ല. ആര് പറഞ്ഞു ചുളിവില്ലെന്ന്? ഇതൊക്കെ അല്ലേ ട്രിക്ക് അല്ലയോ? ട്രിക്ക്? ഞാൻ ഈ നെറ്റിയിലെ തൊലി പിടിച്ച് വലിച്ച് അണ്ടറാറിന്റെ വള്ളിയെ കെട്ടിയിട്ടേക്കുവാ. അരങ്ങാളം പൊട്ടിപ്പോയാ പിന്നെ നിങ്ങൾ എന്നെ കാണണം. പൊട്ടി വീണ പാർഷൂട്ട് പോലിരിക്കുവാ. ഞാൻ മടക്കി എടുക്കാം. പോയി പിള്ളേർ ഇരിക്കാൻ മതി. ഇരിക്കാൻ എവിടെ ഇരിക്കും ഇനി? ഈ സൈഡിലിരിക്കും. നിങ്ങൾ എന്നോട് ഇതിലെ മുടങ്ങാലിരിക്കും. ഇരിക്കടി ഉള്ള സ്ഥലത്ത്. ഇത് ബ്രഹ്മാവിന്റെ സിംഹാസനമല്ല, എന്റെ കസേരയാ. ഞങ്ങളെ അല്ലൊരു കാര്യം ചെയ്യും, ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞ. നീ അങ്ങ് പറടി. ചേട്ടൻ പറ. നീ പറ. ചേട്ടൻ നീ പറടി. ചേട്ടൻ പറ. നീ പറയാൻ വന്ന കാര്യം ചേട്ടൻ അങ്ങോട്ട് പറ. എന്നാ ഞാൻ പറയാം. മാവു, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് അറിയാമോ? എന്നെ ഞെരിച്ചു കൊല്ലാനാണോ? അതെ, ഞങ്ങള് അടിപൊളി ഒരു വീട് വെച്ചു. അപ്പൊ 25-ാം തീയതിയാണ് പാലുകീച്ച് അമ്മാവൻ വന്ന് കൂച്ചണം. ഇവൻ എന്തോ വെച്ച്? അതായത് 25-ാം തീയതി ഞങ്ങളുടെ പാലുകാച്ച അമ്മാവൻ വന്ന് സഹകരിക്കണമെന്നാ ചേട്ടൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ചെറിയ വീടായിരിക്കും ഒരു തിണ്ണയൊക്കെ ഉള്ള. ചെറുതൊന്നുമല്ല അമ്മാവ, ചെറുതൊന്നുമല്ല. 2 മുറി കാണും, ഒരു ചാർത്തും കാണും. 2 മുറിയോ? അമ്മാവൻ വന്ന് നോക്ക്, 8 മുറിയും 2 ഹോളും. 8 മുറിയാകുമ്പം 16 ഹോള് വേണം, അല്ലെ കാറ്റ് കയറത്തില്ലല്ലോ. ഹോളെന്നല്ല പറഞ്ഞത്, ഹാള്. ആൾക്കാർ കയറി വരുമ്പോഴേ 2 ഹാള്. അത് മാത്രമോ, നല്ല ഒന്നാന്തരം 2 അടുക്കളയാ ഉണ്ടാക്കി ഇട്ടേക്കുന്നത്. എത്ര അടുക്കള ഉണ്ടായാലും എന്താ, നീ വെക്കുന്നതൊക്കെ വായിക്കാത്ത വെച്ച് തിന്നാൻ കൊള്ളാവോ? അതെന്തൊരു വർത്തമാനോ അമ്മാവൻ പറഞ്ഞത്. പണ്ട് അമ്മാവൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ മരച്ചീനി എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ മരച്ചീനി കൊണ്ട് വെറൈറ്റി ഉണ്ടാക്കി തന്നിട്ട് ഞാൻ 1 മാസം വയറുവേദന എടുത്ത് വീട്ടിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ അതിന്റെ വാറിനകത്തൊരു മരച്ചീനി കിളിച്ച് വരുന്നു. വേവാത്ത സാധനം ഉണ്ടാക്കി തന്നു. ആ മരച്ചീനി എങ്ങനെ വന്ന് എന്റെ പൊക്കില്ലാത്തോട് വെളിയിൽ ചാടിയ മരക്കിഴങ്ങം 3 ആൾക്കാരെല്ലാം വിളിക്കത്തില്ലായിരുന്നോടി. അതെ, നമ്മൾ ഈ വീട് വെക്കുന്നതൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പ്രാവശ്യം നടക്കുന്ന സംഭവമല്ലേ. അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല. മതിലേ വരെ ഞാൻ മലബാർ ഇട്ടേക്കുവാ. മാർബിൾ ഇട്ടേക്കുവാ. പിന്നെ അതിന്റെ ഫ്രണ്ടിലെ ഡോർ ഉണ്ടല്ലോ, മണിച്ചത്താഴാ വെച്ചേക്കുന്നത്. കാരണം ഈ നാഗവല്ലിക്ക് താമസിക്കാനില്ല എന്നാ. എന്തോ അമ്മാവൻ പറഞ്ഞത്? എത്ര ധൈര്യം ഉണ്ടായിട്ട് അമ്മാവൻ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറ. ഇത് ഞാൻ കേൾക്കണോടാ, ഇത് ഞാൻ കേൾക്കണം. ഞാനില്ലേ കുന്നായി വർത്താനം പറഞ്ഞത്. കേൾക്കണം. അപ്പൊ എന്തായാലും അമ്മാവൻ ഒരു 2 ദിവസം മുമ്പ് വരണം. പാലുകാച്ചിനൊക്കെ സഹകരിക്കണം. ഒരാഴ്ച ഞങ്ങളുടെ അവിടെ താമസിക്കണം. ഇതൊക്കെ അല്ലേ നിന്നോടൊക്കെ നേരത്തെ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റത്തില്ല, ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. ഞാൻ വന്നില്ലേ പാല് തളച്ച് തൂവത്തില്ല അവിടെ. അല്ല, അമ്മ പറഞ്ഞേക്കുന്ന അമ്മാവനെ കൊണ്ട് ചെല്ലണോ, അല്ല അമ്മയ്ക്ക് വിഷമമാവും. അവളോട് പറയാം ഞാൻ വരാൻ പറ്റത്തില്ല, ഇവിടെ എനിക്ക് കൃഷിയും കാര്യങ്ങളുണ്ട്. നീയൊക്കെ പോകുന്നേ പോകും ഇവിടുന്ന്. ചുമ്മാ എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്കുവാ. നല്ല കാര്യം ഉണ്ടായിരുന്നു. അമ്മയുടെ എന്തോ സമ്മാനം പറയും. സുഭദ്രാന്റി വന്നോ? അയ്യോ, പത്തനംതിട്ട ഇറങ്ങിയോ? ഒരു കാര്യം ചെയ്യാം, മൈലപ്പുറം ബസ്സിൽ കയറാം. മൈലപ്പുറം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോക്കാട് പറഞ്ഞാൽ മതി, പുരുഷന്റെ വീട്ടിൽ വിടാം. വിടുവര് കേട്ടോ. എന്തായാലും ആദ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഓക്കെ ഞാൻ ഇവിടെ രാമോനമ്മാനെ വിളിക്കാൻ വന്നാ. ഓക്കെ. ആരായിരുന്നു? എടി സുഭദ്രാന്റി. ഏത് സുഭദ്ര? എടി കുമ്പളാമ്പോയിക്കലെ ഞങ്ങളുടെ കുടുംബത്ത്, ഞങ്ങളുടെ തൊട്ട
തൊട്ടടുത്ത് താമസിച്ചോണ്ടിരുന്ന സുഭദ്രാന്റിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹൈദരാബാദിലെ സുഭദ്രാന്റി. ഹൈദരാബാദിൽ പോയി. കൊച്ചിലായിരുന്നപ്പോ നിങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ് തന്ന സുഭദ്രാന്റി. ആന്റി വിളിച്ചോ? സുഭദ്രാന്റി ബാലയാച്ചിന് വന്ന്. ആണോ? ആ. യു അവിടുന്ന് വന്നില്ലേ, എന്തായാലും കുറഞ്ഞത് ഒരു മാസമെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ നിർത്തണം. ഒരു മാസമല്ല 2 മാസമല്ല, കുറച്ച് നാൾ കഴിഞ്ഞേ ഞാൻ അവരെ വിടത്തുള്ളൂ. കാരണം ഒരു വീട് പോലെ ഞങ്ങൾ സഹകരിച്ചല്ലേ. പിന്നല്ലയോ? പക്ഷേ ഞാൻ ഈ വിളിച്ചപ്പോഴേ ഇവര് വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചുമ്മാ എല്ലാരും വിളിക്കുന്ന കൂട്ടത്തില് ഇതൊക്കെ പിടിച്ചില്ല. സുഭദ്രാന്റി വരുന്ന കാര്യം പറഞ്ഞൊന്നും പിടിച്ചില്ല കേട്ടോ. പിണങ്ങി അകത്തോട്ട് പോയി. നമുക്ക് ഈ വാക്കിന് വീട്ടിൽ പോവാം. ആരുണ്ടെങ്കിലും അമ്മാവൻ ഇല്ലാത്തതിന്റെ കുറവ് ഒരു കുറവ് തന്നെ ആയിരിക്കും. വിളിച്ചിട്ട് വരാത്തതിന് ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും. എന്തോ ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കടി, നീ ലേഡി പറഞ്ഞ അമ്മാവൻ അലമ്പനാ, കണ്ണി ചോരയില്ലാത്തവനാ. അതുകൊണ്ട് നമുക്ക് സമ്മാനം തന്നുവിടാൻ വാഷിംഗ് മെഷീനും കൊണ്ട് വരുന്നത് പുതിയതാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ ശരിയാ. പക്ഷെ വാഷിംഗ് മെഷീൻ തരാൻ എന്തിനാ ഷർട്ട് എടുത്തിട്ടേക്കുന്നത്? ഇനി നമ്മൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇടുമ്പോ ഷർട്ടില്ലേ നാണക്കേടല്ലയോ? ഓ ശരി ശരി ശരി. രണ്ടുപേരും ഇതങ്ങോട്ട് സ്വീകരിക്കേ. എന്തോ അമ്മാവ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇത്രയും നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ടിവിയോ ഫ്രിഡ്ജോ ഒരു മൈക്രോവേവ് ഓവനോ തന്നാ പോരായിരുന്നു. അല്ല, മൈക്രോവേവ് ഓവൻ തന്നാ പോരായിരുന്നോ? ഈ വാഷിംഗ് മെഷീന്റെ വല്ല കാര്യമുണ്ടോ? ഇത് വാഷിംഗ് മെഷീൻ ഒന്നും അല്ല. പിന്നെ എന്റെ ഒരു മാസത്തെ തുണി വാഷ് ചെയ്യാൻ ഇതിനകത്ത് ഇട്ടേക്കുവാ. ഇതുകൊണ്ട് എങ്ങോട്ട് പോവാ? ഞാൻ വരുവാ. ഞാൻ ഒരു മാസം അവിടെ താമസിക്കും. അപ്പൊ ഇവിടെയുള്ള കൃഷിയൊക്കെയോ? കൃഷിയൊക്കെ കരിഞ്ഞു പോട്ടടി. കാർഷിക വിപണന മേഖല തകരണം. ഇത്രയും പെട്ടെന്ന് ഒരു മനം മാറ്റം നിനക്ക് മനസ്സിലായില്ലയോ? ഇല്ല. ഹൈദരാബാദ് ആന്റി ക്ലൈമാക്സ്. പുരുഷന് കത്തി അച്ഛക്ക് കത്തിക്ക് ഞാൻ എനിക്ക് പൊള്ളുകൂടോ. നല്ലൊരു കൈഡി ഷാജോൻ ചേട്ടാ. മനോജേ, അജേഷേ, സുമി, ഡോ. നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കിറ്റിന് അത്രയും പൊട്ടിച്ചിരികളൊന്നും ഈ സ്കിറ്റിൽ ഇല്ലായിരുന്നുവെങ്കിലും ഒരു വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. നിങ്ങളുടെ സ്കിറ്റുകളിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് കണ്ട് പരിചയമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അജേഷ് ഈ മുണ്ടിന് പോളിസ്റ്റർ മുണ്ടെന്നല്ല പറയുന്നത് അല്ലേ? ഇപ്പൊ ഇത് ഇല്ലാന്ന് അഴിഞ്ഞു പോന്ന് അഴിഞ്ഞു പോകും. ഞാനത് അങ്ങനെ ഫിക്സ് ചെയ്തേക്കണ എങ്ങനെയാണത്? അന്ന് ഈ ബെൽറ്റ് ഇല്ലല്ലോ. എന്റെ ചാച്ചനൊക്കെ ഇതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഈ സ്കൂളിൽ ചാച്ചൻ സ്ഥിരം മുണ്ടായിരുന്നു ചാച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചാച്ചൻ പോളിസ്റ്റർ മുണ്ടാണ്, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണ് ചാച്ചൻ ഉടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്നിട്ട് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പം ഇത് മേടിച്ചിട്ട് പോകും. എങ്ങനെ ഉടുത്തെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇരിക്കത്തില്ല. അപ്പം അത് ആദ്യം അത് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്ന് ഞാൻ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ സ്കിറ്റ്. പൊട്ടിച്ചിരികളുമായിട്ട്, ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദി വേ. നന്നായിരുന്നു കേട്ടോ. പക്ഷെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പ്രതീക്ഷിച്ചു. കാര്യം നാടൻ സംഭവങ്ങളാണല്ലോ നമ്മൾ. ഇതേപോലത്തെ ഒരു അമ്മാവനെ എങ്ങനെയും വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. അമ്മാവനാണെങ്കിൽ കൃഷിയുള്ളതുകൊണ്ട് വരാൻ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ അവിടെ കൃഷി ഉണ്ടെന്നറിഞ്ഞ് ആ നാട്ടിൽ നിന്ന് വേറൊരു ഹൈദരാബാദിൽ നിന്നൊരു കൃഷി അങ്ങോട്ട് ഇറക്കുന്നു. ആ കൃഷി ഉണ്ടെന്നറിഞ്ഞാണ് ഈ കൃഷിക്കാരനെ കാർഷിക വിപണന നശിച്ചു പോകണം. അപ്പം 3 പേരും നല്ല രീതിയിൽ ചെയ്തു. ഒരുപാടൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ നല്ലത് തരുന്നവരാണ്. അപ്പം ആ നേരത്തെ തന്ന നല്ലതിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു ശകലത്തിന്റെ കുറവേ വന്നുള്ളൂ. സാരമില്ല, നമുക്ക് അടുത്തേക്ക് പിടിക്കാം. അല്ലേ മനോജേ? തീർച്ചയായിട്ടും. അജേഷ് ഹാപ്പി അല്ലേ? ഹാപ്പി. സുമി ഹാപ്പി അല്ലേ? അതെ. പിന്നെ ഞങ്ങൾ എന്തിനു ഹാപ്പി അല്ലാതിരിക്കണം? ഹാപ്പിയാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ചേട്ടാ, ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടാ. അജീഷ് ഈ പറഞ്ഞ പോലെയാണ് ഈ പോളിസ്റ്റർ മുണ്ട് ഉണ്ടോ ഇപ്പോ? ഇത് ഭാഗ്യത്തിന് ഇവിടെ നിറം കിട്ടി. അത് ഭയങ്കര സാധാരണ പുറത്തൊന്നും കാണാറില്ല. ആദ്യമൊക്കെ ഞാൻ ഉടുക്കാൻ ശ്രമിച്ചിരുന്ന മുണ്ട് ഇതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കെട്ടിടും ആദ്യം, ഒരു കെട്ടിട്ട് എന്നാലേ പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ ഒരാള് ഒരു കപ്പിയാര് ഈ കുന്തിരിക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഊരിപ്പോയിട്ടുണ്ട്. എന്താന്ന് പറയട്ടെ, ഈ പുറത്തിറങ്ങിയിട്ടേ അറിയൂല ഈ അത്രക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള മുണ്ട. അത് ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് ഒബ്സർവ് ചെയ്ത് അജീഷിനെ സമ്മതിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊട്ടിച്ചിരിച്ചു. കാരണം ഒരു ഡയലോഗ് ഞാൻ ഒരിക്കലും ഒരു ഗ്യാപ്പ് തന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സുമി. കാരണം അജീഷ് പഴയ ബന്ധുക്കളെ തിരിച്ചു കിട്ടിയതുപോലെ പോയി. ആ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടാ. അപ്പോ ഷാജൻ ചേട്ടാ, എത്ര രൂപ കൊടുക്കാം? എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ ആ കപ്പ്യാർക്കും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞ കപ്പ്യാർക്കും കൂടെ കൂട്ടിയിട്ട് ഒരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. ഞാൻ ആ മുണ്ടൊന്ന് മാറ്റണം കൂടെ, വേറെ മുണ്ട് ആക്കണം. ഈ കാലഘട്ടത്തിൽ മുണ്ട് വാങ്ങിച്ചു, അതിനോട് കൂട്ടിയുള്ളതേ കിടക്കുന്നു. ഞാൻ ഇങ്ങനെ വെച്ച തിരിച്ചെടുത്തോ? അപ്പൊ എത്ര കൊടുത്തു? 15 രൂപ ഞാനും കൊടുത്തു. അപ്പൊ ടോട്ടൽ 30,000 ആയിട്ടുണ്ട്. ആദ്യം ഈ പ്രാവശ്യം നമുക്ക് ചിനിച്ചേട്ടന് കൊടുക്കാം. മയത്തിൽ ആരും കാണാതെ എറിഞ്ഞോണം അങ്ങോട്ട്. ഞാൻ മനസ്സ് നിറച്ചാ കൊടുക്കണത്. 50,000 രൂപ.
അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ടോട്ട് വരൂ. കൊണ്ട് വേറെ മാറ്റണം. ആവോ ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഹൈദരാബാദ് ശരി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിൽ ഒരു കിടുക്കൻ സാധനം ഇറക്കട്ടെ. നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പലതരത്തിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ് കണ്ടിട്ടുണ്ട്, പലതരത്തിൽ ടാലന്റ് ഷോക്കേസ് കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ കൈ കിട്ടുന്ന എന്തും വെച്ചിട്ട് മ്യൂസിക് ചെയ്യും. ഇന്ന് അവരൊരു ബാൻഡാണ്. ഇപ്പൊ അവരുടെ ബാൻഡിന് ഒരു പേരുണ്ട്, ഡബ്ബ ബീച്ച്. ആ ഡബ്ബ ബീച്ച് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നു. ലെറ്റ്സ് വെൽക്കം ഡബ്ബ ബീച്ച്. അഞ്ചുനദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയെ ചെന്ന് പുഞ്ചയില കൊണ്ടുവന്ന് ചേക്കൊരുക്കി ചീലം വഴിയേ റംഗത്തപ്പറന്ത സോണിയേ ജനാന എന്ത സോണിയേ കരിമ്പ് വയലോരത്ത് തിര നിറയും നേരത്ത് ദിശയുടരുമീണം കേട്ടുവോ അങ്ങ് പങ്കടമേളമൊത്ത ചുന്തരി തുമ്പിയുടെ ചന്തവും നല്ല ഡോലടി താളമുള്ള മുത്തടി കൂടിനുള്ളിലെടുത്തുണ്ട് തേട
ചേർന്ന് പാടാം അതാണ് ഇവരുടെ പേര്, അതാണ് ഈ ഗ്രൂപ്പ്, അതാണ് ഒരു ഉഗ്രം കയ്യടി. ഈ ആറ്റിറ്റ്യൂഡ് ബോയോട് സംസാരിച്ചു അവന് തുടങ്ങാം. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കാം. മൊത്തം പേര് പറ. ഇതൻ എത്രല്ല പഠിക്കുന്നേ? മൂന്നില്. എത്ര നാളായി ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട്? കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം 1 വർഷം 2 വർഷം 2 വർഷം. ആ കുട്ടാ, നിന്റെ പേരെടാ? ഭാനുകൃഷ്ണ. എത്രല്ല പഠിക്കുന്നേ? 6. ഹലോ ബ്രോ. ശ്രീഹരി. എത്രല്ല പഠിക്കുന്നേ? 6. അമൃത് എത്രല്ല പഠിക്കുന്നേ? 3. ഇവരുടെ ഒരു മെയിൻ ആളുണ്ട്, പുള്ളിയെ കൂടെ വിളിച്ചാൽ നമുക്ക് ഇവരുടെ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. മോനെ ഇന്ദ്രജിത്ത്, വെൽക്കം. ആ ഷാജൻ ചേട്ടാ. നമസ്കാരം. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എവിടെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. തൃശ്ശൂർ ജില്ലയിലെ കൊള്ളന്നൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. കൊള്ളന്നൂർ, തൃശ്ശൂർ ജില്ലയിലെ. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാ വീഡിയോസ് വഴിയാണ് നിങ്ങൾ കൂടുതൽ ഫേമസ് ആയതല്ലേ? ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് നിങ്ങളുടെ ഈ ഡബ്ബ ബീറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ? ഇന്ദ്രജിത്തിന്റെ തലയിൽ തോന്നിയ ഒരു ഐഡിയ ആണോ ഇത്? അല്ല, എന്റെ ഐഡിയ അല്ല. ഇത് നമ്മള് എന്റെ അടുത്തുള്ള കുട്ടികളും പിന്നെ കസിൻസും ഒക്കെയാണ് കൂടുതലുള്ളത്. നമ്മുടെ വീടിന്റെ അടുത്ത് നമ്മൾ രാവിലെ എനിറ്റപ്പോ ഒരു സഭര് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു മ്യൂസിക്കായിട്ട്. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇട്ടു. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് ഈ ലെവലിലേക്ക് എത്തിച്ചു മാത്രം. ഓക്കെ, അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടിനിക്കായിരിക്കും. കാര്യം ടിനി ബാൻഡിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ നന്നായി. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ അങ്ങേക്ക്. അല്ല, ഇത് വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രുമെന്റും വേണ്ടവർക്ക്
ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ശിവമണി സാറാണ് എല്ലായിടത്തും പോയി കൊട്ടുന്നത്. ഇത് എത്ര ശിവമണിയാ? 18 പേരാ. എത്ര പേരുണ്ട് ഇതിനകത്ത് ടോട്ടൽ? നിങ്ങൾ നമ്മുടെ ബാൻഡ് 17 പേരുണ്ട്. 17 പേര്. 17 പേര്. തീർച്ചയായിട്ടും ഇതിനെ പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. ഇതെന്താണ് ഫ്രണ്ടിലിട്ടിരിക്കുന്നത്? ഇത് പലകയാണ് അല്ലെങ്കിൽ പലക, മരത്തിന്റെ പലക. സാധാരണ ചെണ്ട കൊട്ടാൻ പഠിക്കാൻ കല്ലിൽ കൊട്ടി പഠിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഇതിപ്പോ തുടങ്ങിയത് ചെണ്ടയിൽ, എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നെത്തിക്കാണ്. ഇത് പലകമേല്. ഇതൊക്കെയോ ഫുൾ ബക്കറ്റുകളാണ് കൂടുതലുള്ളത്. ബക്കറ്റ് തന്നെ പല ഒന്നിനകത്ത് ടാപ്പ് ചെയ്തിട്ട് അതില് സെല്ലോ ടേപ്പ് റാപ്പ് ചെയ്തിട്ടുണ്ട്. സെല്ലോ ടേപ്പ് ഒരു 2-3 ലെയർ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ലെയറിനും ഓരോ സൗണ്ട് ആയിരിക്കും. ഇവരുടെ വീടിന്റെ പരിസരത്ത് ഒരു വീട്ടിലും ബക്കറ്റും ഇതേപോലെ എല്ലാവരും അടിച്ചു മാറ്റി ബാക്കി ഇതെന്ത് മറ്റേ കന്നാസ്, അവിടെ പെയിന്റ് ബക്കറ്റ്. ഇതും കന്നാസ് അല്ലേ? കന്നാസ്, പെയിന്റ് ബക്കറ്റ്, മരത്തടി, പലക. അല്ല ഇന്ദ്ര, ഇത് ഒരു ടീമിന്റെ പെർഫെക്ഷൻ മനസ്സിലാവണം എങ്ങനെയാണെന്നറിയോ? അത് എൻഡ് ചെയ്യുമ്പോഴാണ്. ഒരു ബീറ്റ് പോലും കൂടുതൽ വരുന്നില്ല. ടക്കെന്ന് പറ കറക്റ്റ് എഡിറ്റ് ചെയ്യണ പോലെയാണ് നിർത്തുന്നത്. അത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇവര്. അത് ഒരു സ്ഥലത്ത് തന്നെ ഇത്ര താളബോധമുള്ളവർ എങ്ങനെ ഉണ്ടായെന്നുള്ളത്. ഇപ്പൊ കൊരട്ടിയിൽ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. കാരണം എല്ലാം മേളക്കാരാ. ഞങ്ങളുടെ നാട്ടിലെ ഒരു ടീമുണ്ട് ശിങ്കാരി മേളത്തിന്റെ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആട്ടം കലാസമിതി എന്നാണ്. ഫേമസ് അല്ല, നമുക്ക് എല്ലാവർക്കും. ഇതിലാ കൂടുതലും അവരുടെ മക്കളും പിന്നെ ആ വീടിന്റെ അടുത്ത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവര് ചെയ്യാറുള്ളത്. അതിന്റെ തീർച്ചയായിട്ടും ഇത് മൊത്തത്തില് എത്ര വർഷമായത് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഈ ഒരു ഗ്യാങ്? ഇവര് ജനിച്ചിട്ട് തന്നെ ഒരു 10 വർഷമായിട്ടുണ്ടോളൂ. അല്ല, ഇപ്പൊ ഇവര് 2 വർഷമൊന്നല്ലേ ഈ പിള്ളേരൊക്കെ? 2 വർഷം. അപ്പൊ അതിന്റെ മുമ്പ് തുടങ്ങിയതാണോ അതോ അതിന്? മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മറ്റേ ഇൻസ്റ്റയിലിട്ടപ്പോ അത് അനിരുദ്ധ് സാറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മള് ഒന്നുകൂടി ബിൽഡ് ചെയ്ത് അപ്പൊ ഇത്ര അംഗങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? കുറച്ച് പേരില്ല, ഇവർ ഓൾറെഡി ഉണ്ട്. അന്നത്തെ ഒരു വീഡിയോയിൽ 4 പേര് മാത്രമേ ടീമായിട്ട് സെറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും എങ്ങനെയാ ചേർന്നത്? ഇത് നമ്മള് സ്റ്റേജില് പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് വേണ്ടിട്ട് കൂടുതൽ അവർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ ഫ്യൂഷൻ പോലെ കീബോർഡുമായിരുന്നു. അപ്പൊ ഈ തൃശ്ശൂർ കൃത്യം സ്ഥലം എവിടെയാണ്? തൃശ്ശൂര് കൊള്ളന്നൂര്, കൈപ്പറമ്പ് പഞ്ചായത്തില് കൊള്ളന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ. ശരിക്കും ഇത് നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ഇതിനെ റീസൈക്കിൾഡ് ബാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ. നമ്മളത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇതില് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണത്. പക്ഷെ ഒരു ചെറിയ ബിറ്റ് വായിക്കുള്ളൂ അല്ലേ? ഫുള്ള് നമ്മളെ കൊതിപ്പിച്ചു? അല്ല, ഫുള്ള് വായിക്കണ്ട്. നമ്മള് ഷോയ്ക്ക് വേണ്ടിട്ട് കട്ട് ചെയ്ത് ഫുള്ള് വായിക്കണ്ട്. നമുക്ക് വേണ്ടി കട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവരെല്ലാവരും അങ്ങ് കൊട്ടുവോ? ഒരു മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. ചാലക്കുടി ചന്തയ്ക്ക് പോയി പഠിച്ചാലോ? ഓക്കെ അല്ലേ? എല്ലാരും തുടങ്ങിയാലോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ ചെന്നിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ ചെന്നുള്ള കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. എല്ലാവർക്കും നല്ലൊരു ഉഗ്രൻ കൈയടി. എന്തായാലും മക്കളെ, നിങ്ങൾ പൊളിയാണ്. ഇന്ദ്രിയത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ഇതേപോലൊരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അതും കലകളുടെ തൃശ്ശൂർ പോലുള്ള സാംസ്കാരിക നഗരത്തിൽ നിന്നും ഇതേപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടികൾ ചേർന്നുള്ള ഒരു കലാവിരുന്ന് തന്നെയാണ്. അത് ഒരു സംശയമില്ല. ഇനി വരും കാലങ്ങളിൽ മലയാളികൾക്കെന്നും അഭിമാനിക്കാൻ കഴിയുന്ന മുത്തകളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ എല്ലാവർക്കും. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഡബ്ബ ബീറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഒരു ഉഗ്രൻ ടീം വരുന്നുണ്ട്. ടീം ട്രിപ്പിൾസ് ആണ് വരുന്നത്. പക്ഷെ ഷെൽവനില്ല, ഷെൽവിന് പനിയാണ്. ഓക്കെ, അതുകൊണ്ട് പകരം ഒരു കിടുക്കാച്ചി ആളെ കൊണ്ടാ വരുന്നത്. ശ്യാമുണ്ട്, ശംഭുണ്ട്, കൂടെ
ദീപ്തി. ദീപ്തി അടിപൊളി. അതിന്റെ ഇടയിൽ ആരുടെ കിടന്ന് പറഞ്ഞു സുഖിച്ച് കളിച്ച് വന്നോണ്ടിരിക്കുന്നു ഞാൻ. ഹലോ അഡ്വക്കേറ്റ് ഫ്രാങ്ക്ലിൻ. പേപ്പറൊക്കെ കളക്ട് ചെയ്തായിരുന്നോ? പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഭാഗം വെക്കുന്നത്? ഭാഗം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ വിൽഫ്രെഡിന് ഉച്ചക്കടയിലുള്ള തട്ടുകടയും പച്ചക്കറിത്തോട്ടവും. ഓക്കെ. ഇളയ മോൻ ടോണി കുരിശെങ്കലിന് നമ്മുടെ കട്ടപ്പനയിൽ കട്ടപ്പുറത്തിരിക്കുന്ന കാറും ബംഗ്ലാവും. ഓക്കെ. ഈ മക്കളൊക്കെ എവിടെയാണ്? അവരൊക്കെ എങ്ങനെ സ്റ്റേഷനിലാ കിടക്കുന്നേ. അയ്യോ, ഈ കൊച്ചു കുട്ടികൾക്ക് ഇത്രയും സമ്പത്തൊക്കെ എഴുതി കൊടുക്കണോ? എങ്ങനെ? അല്ല, രണ്ടു മക്കളും സ്ലേറ്റിൽ കിടക്കുന്നു പറഞ്ഞു. കൗണ്ടറിന് നല്ല ദാരിദ്ര്യമുണ്ടല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ സാധനം അടിച്ച് കയറ്റി വിടത്തില്ലല്ലേ. പിന്നെ ബാക്കി വരുന്ന വസ്തുക്കളൊക്കെ എന്റെ ടുട്ടുവിന് കൊടുക്കണം. ആരാണ് ഈ ടുട്ടു? എന്റെ ഹസ്ബൻഡ്. അയ്യോ, നിങ്ങളുടെ ഹസ്ബൻഡ് 20 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയിരുന്നു, നിങ്ങൾ ഉപേക്ഷിച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ, ആദ്യത്തെ ലിവിങ് ടുഗദർ നമ്മളാണ് കേരളത്തിൽ. അപ്പോൾ ഞാനും വിൽഫ്രെഡും വീണ്ടും ലിവിങ് ടുഗദറിലൂടെ ബന്ധം സ്ഥാപിച്ച വീട്ടുകാരും മറ്റൊരും അറിയാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു രണ്ട് മക്കളുമായിട്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന കടലപ്പട്ടാണി പിള്ളേർക്ക് അങ്ങ് എഴുതി കൊടുക്കണം. എന്തോന്ന്? കടലപ്പിട്ടാണി. അവരെ പറ്റാണി. ആ സ്ഥാനം പുള്ളിക്കങ്ങ് എഴുതി കൊടുക്കണം. ഓക്കെ, എല്ലാം പറഞ്ഞ കണക്ക് എല്ലാം. ഓ, അങ്ങനെ കുറച്ച് ഭാരം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എന്നെ വിളിക്കരുത്. ഇവിടുന്ന് പോയിട്ട് എത്ര ആഴ്ചയായി? 1.5 വീക്കായി. 1.5 വീക്കാ? 1.5 ആഴ്ച. ഇത്രയും ദിവസം എന്നെ നിങ്ങളൊന്ന് വിളിച്ചായിരുന്നു. നിങ്ങളത് ഞാൻ ഡൽഹി വരെ പോയിരുന്നു ബിസിനസിന്റെ കാര്യത്തിന് സേഠ്ജിയെ കാണാൻ. എന്നിട്ട് സേഠ്ജിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ അതാരെന്ന് എനിക്കറിയാം. ആരാ? ആണ്ടവൻ. അതൊക്കെ നിനക്കറിയാം? പത്ര സിനിമ ഞാനും കണ്ടായിരുന്നു. സേഠ്ജിയുടെ കൂട്ടുകാരൻ ആണ്ടവൻ. ഡൽഹിയില് വോട്ട് വ്യാപാരിയാണ് ഈ സേഠ്ജി. അതെ. ഈ സേഠ്ജി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഞാൻ വിപ്രാടത്തിൽ കോട്ട് എടുത്തിട്ടു ഓടിച്ചെന്ന് ഡോറും തള്ളി തുറന്നു. സേഠ്ജി ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. ഓഹോ. സേഠ്ജി ചെവിക്കലോടൊക്കെ എന്നെ അടിച്ചു കളഞ്ഞു. അതെന്തിന്? വെപ്രാടത്ത് കോട്ട് മാത്രം ഇട്ടോളൂ, പാന്റ് ഇട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ടുട്ടുവിനെ തല്ലിയത് ആണ്ടവനും ഒത്തു സേഠ്ജിയോ? ആട്ടി എന്നെ വർഗീസ്. എനിക്കൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഡൽഹി പോയപ്പോൾ എന്റെ മോളെ ഞാൻ ഓർമ്മിച്ചായിരുന്നു. എനിക്കറിയാം, എന്നെ ആയിരിക്കും എപ്പോഴും മോക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. 2 ലക്ഷം രൂപ കൊടുത്തു, ഒന്നും നോക്കിയില്ല. നല്ല വാച്ച് കേട്ടാ. അതെ, അടിപൊളി. അയ്യോ, ഈ വാച്ച് ഓടുന്നില്ല. അതല്ലേ പറഞ്ഞ ഒന്നും നോക്കിയില്ല. ഒരു കാര്യം, എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈൽ? എന്ത് പറ്റിയത്? ഞാൻ ഇവിടുന്ന് പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ ഹെയർ എവിടെ കളഞ്ഞത്? അടുത്ത ആഴ്ച നമ്മള് കേരളത്തിലോട്ട് പോവുകയാണല്ലോ, ബന്ധുക്കൾ അടുത്തേക്ക്. അതിന് അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ പാവപ്പെട്ടവരുടെ വീടിന്റെ മുന്നിൽ കൂടെ ഞാൻ ഇങ്ങനെ പോകും. തുമ്പി പെണ്ണേ വാ വാ വാ, തുമ്പച്ചോട്ടിൽ വാ വാ. പരിഷ്കാരികളെ വീട്ടോടെ ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റൈലിന് വേണ്ടി ഉണ്ടാക്കിയതില്ലേ. കാരണം നമ്മൾ ഇവിടുന്ന് ഒരുപാട് 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 പൈസ ഉണ്ടാക്കിയതല്ലേ ഇട്ടിട്ടു. നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടാ. ഇവിടെ ഒരു സൂപ്പർ സർപ്രൈസ് ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ എടുക്കാം. തൽക്കാലം എന്റെ മോളൊന്ന് കണ്ണൊന്ന് അടച്ചേ. എന്തിനാ? എന്റെ സർപ്രൈസ് കാണാനാ. അയ്യോ, എനിക്കറിയാം, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും എന്തോ കൊണ്ടുവന്നിട്ട്. കേറി വന്നോളൂ, കുഴപ്പമില്ല. പനി നല്ലതായിരിക്കും. ഇനി എന്റെ മോള് കണ്ണും തുറന്നു നോക്കിയേ. എങ്ങനെ ഉണ്ട്? കൊള്ളാം. പക്ഷെ ജോലി ചെയ്യാൻ മൊത്തത്തിൽ ഞാനുണ്ടല്ലോ. എന്തിനാ ജോലിക്കാരി? ഇവിടെ പാത്രം കഴുവാൻ, തുണി കഴുവാൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്റെ ടുട്ടു ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് വേലക്കാരി? അല്ല, വേലക്കാരല്ല, പിന്നെ ഒരു കൂട്ടിന്. എന്ത് വർത്താനം ടുട്ടു പറയുന്നത്? ടുട്ടുവിന് കൂട്ടും ഞാൻ, എനിക്ക് കൂട്ടു ടുട്ടു, നമുക്ക് കൂട്ട് നമ്മുടെ കുട്ടുപ്പാട്ടി. അങ്ങനെ ടുട്ടുവും കുട്ടുവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ വീട്. എന്റെ പൊന്നു കൊച്ചേ, അതൊന്നും അല്ലെന്ന്. പിന്നെ നമ്മള് ലിവിങ് ടുഗദർ അല്ലേ? ഓ, നിയമപരമായിട്ട് നമ്മളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ച കുട്ടിയാണ് ഈ കുട്ടി. എന്താ പറഞ്ഞു? നിയമപരമായിട്ട് ഞാൻ കല്യാണം കഴിച്ച കുട്ടിയാണ് ഈ കുട്ടിയെന്ന്. ഇറങ്ങടി ഇവിടുന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നി? നീ കാരണമാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കാരണമാണ്? നീ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത്. ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം. നീ വേറെ കെട്ടിക്കൊണ്ട് വന്നല്ലേ. ഹലോ നിയമപാലകരെ,
നിയമപാലകരെ 22 വർഷമായിട്ട് ഒരാൾ എന്നെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം, നല്ല വധശിക്ഷ കൊടുക്കുകയും വേണം. നിനക്ക് നല്ലൊരു വധശിക്ഷ ഞാൻ വിളിച്ചോടാ എന്റെ അടുത്ത് ദ്രോഹം കാണിച്ചു തന്നെ. നീ തേങ്ങ മേടിച്ചു തരും. എന്ത്? അതെന്റെ ഫോണാണ്, സ്വിച്ച് ഓഫ് ആണ്. അയ്യോ ഇഷ്ടമാണ് ഇവിടെ എന്റെ പടം. ഞാനിപ്പോ ബെന്നിമോനെ വിളിച്ച് പറയും, അമേരിക്കയിൽ വിളിച്ച് പറയും. ഞാൻ പറയില്ലേ നോക്കി വീഡിയോ കോളിൽ വിളിച്ച് പറയും. ഹായ് ബെന്നി. മാമാ മാമാ അമ്മ സംഗതിക്കോടെ മോനെ. എന്താ മാമ കരയുന്ന മാമ? നിന്റെ പടിയച്ഛൻ എന്നെ ചതിച്ചടാ. പടിയച്ഛനാ? ഫാദർ എന്നെ ചതിച്ചടാ. മാമ എന്ത് പറ്റി മാമ? എടാ എന്നെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നിരിക്കുന്നതാ ഈര്. മാമ എനിക്ക് ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണണം മാമ. കാണിക്കും മാമ. മക്കളെ ഇറങ്ങി പോകാൻ പറ. കാണിക്കും മാമ. ഇറങ്ങി പോകാൻ പറയടാ പറ. ഹായ്. ഇത് അമ്മച്ചേക്കാല് കൊള്ളാല്ലേ? അപ്പേ മോനും കണക്കേറ്റ ഈ ദാരിദ്ര്യവാസി നിനക്ക് കിട്ടിയോളാ. എവനിരിക്കുന്ന കോട്ടും സൂട്ടും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. 10 പൈസ ഇല്ലായിരുന്നു. പണ്ട് ഞാൻ ഇവനെ കാണുമ്പോണ്ടല്ലോ എവന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൊരു സിനിമാ പോസ്റ്റ് പോലും ഒട്ടിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒട്ടിച്ചിട്ട് പോകും. അപ്പോഴത്തന്നെ അവൻ പോസ്റ്റ് വലിച്ചു കറന്ന് അതിരിക്കുന്ന മാവെടുത്ത് കൊടുക്കട്ടുണ്ടാക്കി തരുന്ന ടീമായിരുന്നു. അതുകൊണ്ട് നിന്റെ പേരെന്തോന്ന്? ഞാൻ കണ്ടത്തില് വീണ. നീ കണ്ടത്തിൽ വീണ കാലിന് മൊത്തം ചെളി പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്. നിന്റെ പേര് പറഞ്ഞ ഞാൻ ചോദിച്ചത്. എന്റെ പേരാണ് ഞാൻ പറഞ്ഞ കണ്ടത്തിൽ വീണ. നിങ്ങൾ ആരാണ് പെണ്ണുമ്പളെ കൊറേ നേരം എനിക്ക് ദേഷ്യം വന്നിട്ട്. നിങ്ങളുടെ പേരെന്താണ്? കാർത്യായനി വല്യമ്മ. എന്റെ വിധന്മാർ നിങ്ങൾക്ക് എന്റെ തനി സ്വഭാവം അറിയാമോ? വന്നൊന്ന് അന്വേഷിച്ചു നോക്കാം അവിടെ. എന്ത് കണ്ടിട്ട് അവന്റെ കൂടെ വന്നത്? എന്റെ പൊന്നൂസിന്റെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്. എന്താണ് ഗിന്നസ് റെക്കോർഡും കിട്ടുമെന്ന് പറഞ്ഞു. മൂക്കും വിരലും വെച്ചിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. കാണിച്ചു കൊടുക്കും പൊന്നൂസേ. കാണിക്കും. കൊച്ചേ 22 വർഷമായിട്ട് ഞാൻ ഇത് കണ്ട് ഇവിടെ തലവേദന എടുത്തിരിക്കേട് അവൾ കൊണ്ടുവന്നിരിക്കുന്നു. എടി നീയൊക്കെ ഇങ്ങനെ കാണിക്കും. കാരണം അച്ഛനും അമ്മയും നല്ലതുപോലെ വളർത്താത്തന്റെ കുഴപ്പം അത്. എന്റെ തന്ത കുടിച്ചിട്ടുണ്ടെങ്കിലേ നല്ല വർത്താനം പറയും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിങ്ങൾക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല. ആരാ? ആ കണമക്കൂടി രായൻ. അതാണ് എന്റെ അച്ഛൻ. പാവുമായിരുന്നു. കടം മേടിച്ച് കുടിച്ച് അവസാനം വീടും കുടുംബം ഒക്കെ വിറ്റ് കളിച്ച് നടറോട്ടി കിടന്ന് ചത്ത്. അച്ഛനെ പേരെന്താ പറഞ്ഞേ? കടമക്കുടി രായൻ. കടമക്കുടി രായനല്ല, കടം മേടിച്ച് കുടിക്കുന്ന രായൻ. അങ്ങനെ പറയണം. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? പരിചയപ്പുറ നിങ്ങൾ എവിടെ വെച്ച് കണ്ടത്? പാരാ. അതെന്താന്നറിയാമോ? ചെട്ടികുളങ്ങര ഭരണിക്ക് എന്റെ കൈകൊട്ടി കളിയുണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് വരുമ്പോ എന്റെ പൊന്നൂസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൈകൊട്ടി കളിച്ചതും പൊന്നൂസ് എന്നെ കൈകൊട്ടി വിളിച്ചതും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. നിനക്കവനെ വേണോ? എനിക്ക് വേണം. 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 നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? നിനക്കവനെ വേണോ? ഒരു വീടല്ലേ? ഒരു ആണിനെ നിൽക്കുമ്പോ നിനക്കവളെ വേണോ? എനിക്ക് വേണം. 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 നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? നിനക്കവളെ വേണോ? കാത്തേലി വല്യമ്മ, ഈ സാധനത്തിന് വേണ്ടിയാണോ നമ്മൾ തല്ലു പിടിക്കണത്? വല്ല കാര്യോടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഹലോ, നിനക്കവളെ വേണോ? ഹലോ, എന്തോന്ന്? എന്തിനാ കരയുന്നത്? ചാർലി ചായൻ എന്റെ പഴയ ഭർത്താവ് വരുത്തുന്നു. ഞാൻ ഇനി എന്തോ ചെയ്യും? അതിന് നീ എന്തിന് കരയുന്നത്? ഇപ്പൊ എനിക്ക് കൂടി ഞാൻ ഒരു പെണ്ണെ കൊണ്ടുവന്നില്ലേ, നമ്മൾ ജീവിക്കും. നിന്റെ പഴയ അച്ഛൻ നിങ്ങൾക്ക് ജീവിച്ചൊരു സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു അബദ്ധം ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തന്റെ പേരിൽ എഴുതി വെച്ചില്ലേടോ. നിന്റെ സ്വത്തുക്കളല്ല എനിക്ക് തരൂ. നിനക്ക് വേണോ? എനിക്ക്. നിനക്ക് വേണോ? എനിക്ക്. നിനക്ക് അങ്ങനെ വേണ്ട. നല്ല സ്കിറ്റ്, ഒരു നല്ല കൈയടി. ശ്യാമേ, ശംഭു, ദീപ്തി, കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. റിഹേഴ്സലിൻ്റെ കുറവുണ്ടായിരുന്നോ? കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൗണ്ടറുകൾ ഇതിൻ്റെ അകത്ത് വന്നില്ല. ആ ഒരു ബഹളമുള്ളൊരു കളിയെന്നല്ലാതെ നല്ല നല്ല കൗണ്ടർ ബിറ്റുകൾ ഇതിൻ്റെ അകത്ത് നിന്ന് കേൾക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് താനും. ആദ്യത്തെ ആ തുടക്കമൊക്കെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, സംഭവം നല്ലതാണ്. രണ്ടാമത്തെ വൈഫിനെയും കൊണ്ട് വരുമ്പോഴാണ് ഒരു മൊത്തം ഒരു ഇഴച്ചിൽ പോലെ ഫീൽ ചെയ്തത്. അല്ലേ ദീപ്തി? അങ്ങനെ ഫീൽ ചെയ്തില്ലേ? ചെറുതായിട്ടല്ലേ, വലുതായിട്ടുണ്ട്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അല്ലേ ശംഭു? അത് അങ്ങനെ തന്നെ വേണം.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. തിരിച്ചേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റ് ആയിരിക്കും. കാരണം എനിക്ക് അമേരിക്ക മറ്റെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ അറിയാവുന്നതുകൊണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശംഭു അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ശ്വാസം വിടാതെ ശരിക്കും മാലപ്പടക്കം പൊട്ടിക്കണ പോലെ തന്നെയാണ്. ഓൾറൗണ്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അമേരിക്കൻ ആ ഒരു സാധനവും ശംഭുവിൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് തനി അച്ചായം തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. സ്ക്രിപ്റ്റിൽ നിന്നൊരു ബലം തോന്നില്ല എനിക്ക്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്നത് പോലെ നിങ്ങളിൽ നിന്ന് നമ്മൾ അതുപോലുള്ള സ്കിറ്റുകൾ കണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. സെൽവൻ എന്ത് പറ്റി? പനിയാണോ? ആണല്ലേ? ഇതല്ലോ. ഓക്കെ, സെൽവനോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയണം. എന്തായാലും നിങ്ങൾ സാധാരണ കൊണ്ടുവരുന്ന സ്കിറ്റുകൾക്കെല്ലാം ഒരു ലൈഫ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്കായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇത് നമ്മൾ പല സ്കിറ്റുകളിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. മനസ്സിലായില്ലേ? നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ അതിലും ഗംഭീര പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും കേട്ടോ. എനിക്കും സംക്രാന്തിക്കൊക്കെ അത് ആ ലെവലിലായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിട്ടായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സിങ് വാങ്ങിക്കാം. നസീർക്ക, ഞാനൊരു 8000 രൂപ കൊടുക്കും. 8000 രൂപ. ഓക്കെ, ഷാജൻ ചേട്ടാ? ഞാനൊരു 8000 രൂപ കൊടുക്കും. ടോട്ടൽ 16,000 രൂപ അയക്കുമ്പോൾ എക്സ്ട്രാ 2,000 വയ്ക്കണേ. അതിനോട് അക്കൗണ്ടിനോട് ചേർത്തിട്ടുള്ളത് കൊടുക്കും. ആ, ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വാ. സിൽവൻ ചിന്ന റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അപ്പൊ ചിരിച്ചേട്ടനോട് ചോദിക്കാം. നമ്മളൊക്കെ സ്ഥിരം ഇരുന്ന് തുരുമ്പായി തുടങ്ങി. ചിരിച്ചേട്ടാ, എങ്ങനെയുണ്ട് ഇത് ഐറ്റം വേറെ? എന്റെ തൊണ്ടെന്ന് ചോര വന്ന് ചിരിച്ചിട്ട്, സത്യം പറഞ്ഞ. അങ്ങനെ ആയിരിക്കും. കാര്യം ഇവിടെ ഓവറായിട്ട് ചിരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ചിരി കടിച്ച് നിർത്താൻ പറ്റില്ല. അല്ല, കുറെ നാളായി അങ്ങനെ ചിരിച്ചിട്ട് മനസ്സ് പറഞ്ഞു. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും ഇത് കിട്ടില്ല, ഒരിക്കലും കിട്ടാലോ. പക്ഷെ ലൈവ് ഇരിക്കുമ്പോൾ ഇപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് ലൈവ് കാണുമല്ലോ, അപ്പൊ അതിന്റെ ഒരു സംഭവം ഇതാണല്ലോ. റീപ്ലേ ഒന്നും ഇല്ലല്ലോ, കറക്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വന്നിരുന്ന ഒരു എപ്പിസോഡ് മനസ്സ് നിറഞ്ഞു. ഇതെല്ലാം വൈറലി. അങ്ങനെയാണ് ഇനിയും അടുത്ത 2-3 എപ്പിസോഡ് ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടാകത്തില്ലല്ലോ അല്ലേ? നന്നായിട്ട് പോയി ഇറങ്ങിയിട്ട് അടുത്ത ദിവസം സുഖമായിട്ട് വരട്ടെ അല്ലേ? അല്ല, ഇത് ഐറ്റം വേറെയാണ്, അതുകൊണ്ട് എന്തായാലും ഇരിക്കും. ഇതാണോ ഇത് പിന്നെ ഇറങ്ങാല്ലേ? വേറെ ഒരു ടീംസ് ഐറ്റം കൂടെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ അന്തിക്കാടെന്ന് വന്ന ICDS ചേച്ചിമാരമ്മമാരും അവരും മുഖ്യൻ ഓഡിയൻസ് ആയിരുന്നു. എല്ലാവരും പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങാം. ബാക്കി ചിരി നാളെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.